നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടി BRSന് ഏൽക്കാൻ പോവുകയാണ് 2024 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലോക് പോളിൻ്റെ സർവേ പ്രകാരം കോൺഗ്രസ് അവിടെ 17 സീറ്റുകളിൽ നിന്നും നേടിയെടുക്കും. AIMIMന് ഒരുപക്ഷെ ഹൈദരാബാദ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം, വർഷങ്ങളായി അസദുദ്ദീൻ ഒവൈസി കൈയടക്കി വച്ചിരിക്കുന്ന മണ്ഡലമാണ് ഹൈദരാബാദ്. എന്നാൽ ഇക്കുറി അത് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. വലിയ തോതിലുള്ള വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ഒവൈസിക്ക് ഇത്തവണ കോൺഗ്രസ് കൊടുക്കുന്ന ചരിത്രപരമായ മറുപടി ആയിരിക്കും ഇത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. BRSനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് അവർ തന്നെ കൂപ്പുകുത്തിയിരിക്കുന്നു. ഇതാണിപ്പോൾ ലോക് പോൾ സർവേയിൽ വ്യക്തമാകുന്നത്. അതായത് തെലങ്കാനയുടെ രാഷ്ട്രീയ മണ്ണിൽ BRS എന്ന പാർട്ടിക്ക് ഇനി ഒരു സ്ഥാനവുമില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഒരു ഡയറക്റ്റ് ബൈപോളാർ ഫൈറ്റിലേക്ക് നീങ്ങുന്നു. ത്രികോണ മത്സരത്തിന് പോലും തെലങ്കാന രാഷ്ട്രസമിതി എന്ന ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്രസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തകരുടെ ഒരു കൂട്ട പലായനം കോൺഗ്രസിലേക്ക് പോകുന്നത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ചന്ദ്രശേഖർ റാവുവിൻ്റെ എക്കാലത്തെയും വലിയ പരാജയം തന്നെയാണ്. ഇനി തിരിച്ചു വരാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സമ്പൂർണമായ പരാജയം തെലങ്കാനയിൽ BRS സമ്മതിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. മകൾ കവിതയ്ക്കും ഇത്തരത്തിൽ കാര്യങ്ങളാണ്. ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിൽ അവർ നിൽക്കുന്നു. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം അവരെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തേക്കാനുള്ള സാഹചര്യം. അതും ചന്ദ്രശേഖർ റാവുവിനെ ഒരുപക്ഷെ സംസ്ഥാന വിജിലൻസ് ചോദ്യം ചെയ്തേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത്തരത്തിലേക്ക് നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ. 9 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ചന്ദ്രശേഖർ റാവു നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണമായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അതെല്ലാം തെളിയിക്കും എന്ന് തന്നെയാണ് നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാക്ക്. അത് നിതാന്തം അതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നതിനോടൊപ്പം അവിടുത്തെ ജനങ്ങളുടെ വികസനം കൂടി രേവന്ത് റെഡ്ഡി അവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡിയും ഉത്തം കുമാർ റെഡ്ഡിയും അത്തരത്തിൽ കോൺഗ്രസ്സിന് വളരെ ചുരുക്ക മേഖലകളിൽ മാത്രമേ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. രേവന്ത് റെഡ്ഡി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തെലങ്കാനയുടെ മണ്ണിൽ രേവന്ത് തീർത്തത് വിസ്മയമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ 62-ൽ കൂടുതൽ സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കോൺഗ്രസ് നേടിയെടുത്തത്. അതിൻ്റെ ഒരു തുടർ വിജയം ഇക്കുറിയും ഉണ്ടാകും എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അത് BRSൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നതുമാണ്.